ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ലാബ് ടെക്നീഷ്യൻ എന്ന കരിയറിനെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു രോഗിയുടെ രോഗനിർണയത്തിൽ ഡോക്ടറോടൊപ്പം തന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഒരു ലാബ് ടെക്നീഷ്യൻ. ഇനി ലാബ് ടെക്നീഷ്യൻ ആകാൻ എന്ത് കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്? മെഡിക്കൽ ലാബ് ടെക്നോളജി. മെഡിക്കൽ ലാബ് ടെക്നോളജി തന്നെ നമുക്ക് ഡിഗ്രി കോഴ്സും ഉണ്ട്, ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഈ രണ്ട് കോഴ്സിനുമുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ +2 ബയോളജി സയൻസ് എടുത്ത് പഠിച്ച് പാസ്സാകുക എന്നുള്ളതാണ്. MLT ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രൻസ് എക്സാം ഒന്നുമില്ല. LBS വഴി, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ LBS വഴിയാണ് നമുക്ക് MLT കോഴ്സിലോട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ LBSൽ നമുക്കൊരു ഇൻഡെക്സ് മാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ ഇംഗ്ലീഷിൻ്റെയും കൂടെ മാർക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിസിലുള്ള റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. LBSന് കീഴിലാണ് നമ്മൾ MLTക്കും BSc MLTക്കും അതുപോലെ തന്നെ DMLTക്കും അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് കേരളത്തിൽ 28 കോളേജസിലാണ് BSc MLTക്കുള്ള അഡ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി BSc MLT എന്ന് പറയുന്നത് ഒരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. അതിനകത്ത് 3 ഇയർ കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ്. ഈ 28 കോളേജസിൽ 3 കോളേജസ് ഗവൺമെൻറ് കോളേജസും ബാക്കി എല്ലാ കോളേജസും സെൽഫ് ഫിനാൻസിങ്ങും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും LBS വഴി തന്നെയാണ് MLTയുടെ മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങും പ്രൈവറ്റ് കോളേജസും നോക്കുകയാണെങ്കിൽ അവിടുത്തെ 50% സീറ്റുകൾ മാത്രമേ LBS വഴി ഫില്ല് ചെയ്യുന്നുള്ളൂ. ബാക്കി 50% സീറ്റുകളും അതാത് കോളേജുകൾ നേരിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഗവൺമെൻറ് കോളേജുകളിലെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ഫീസ്, പെർ ഇയർ ഫീസ് എന്ന് പറയുന്നത് അറൌണ്ട് 20,000 റുപ്പീസാണ്. അതിപ്പോൾ 2023 ഫീസ് ആയതുകൊണ്ട് തന്നെ ഈ വർഷം ചിലപ്പോൾ അതിന് വ്യത്യാസം വരാം. ഇനി നമുക്ക് MLTയുടെ ഫീസിൻ്റെ കാര്യം നോക്കാം. MLTയുടെ ഫീസിൻ്റെ കാര്യം നോക്കുമ്പം നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് കോളേജസിൽ 1 ഇയർ ഫീസ് എന്ന് പറയുന്നത് അറൌണ്ട് 20,000 റുപ്പീസാണ്. 20,000 റുപ്പീസ് നമ്മൾ ഓരോ വർഷവും ഫീസ് അടയ്ക്കണം. അതായത് 3 വർഷത്തെ ഫീസും 20,000 റുപ്പീസ് വീതം നമ്മൾ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് സമയത്ത് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ കഴിഞ്ഞ വർഷത്തെ ഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 90,000 റുപ്പീസ് ഫീസ് വരുന്നുണ്ട്. അത് കൂടാതെ ഒരു സ്പെഷ്യൽ ഫീ ആയിട്ട് 10,000 സംതിങ്, അറൌണ്ട് ഒരു 11,000 റുപ്പീസ് സ്പെഷ്യൽ ഫീയും വരുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ 3 വർഷത്തിലെ ഓരോ വർഷത്തെയും ഫീസാണ് ഞാൻ പറയുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് MLTക്ക് സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അഡ്മിഷന് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മികച്ച ലാബ് ഫെസിലിറ്റി ഉള്ള കോളേജാണോ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൂടാതെ തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് ആണോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ അത്തരം കോളേജസിലൊക്കെ അഡ്മിഷൻ നോക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഫീസ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ ഫീസ് എന്ന് പറയുന്നത് 30,000 തൊട്ട് ഒരു 2 lakh വരെയൊക്കെ ആകുന്നുണ്ട്. ഇനി BSc MLT കഴിഞ്ഞ ഒരാൾക്കുള്ള ജോലി സാധ്യത എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈവറ്റ് ലാബ്സിൽ നമുക്ക് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിലെ ലാബുകളിൽ നമുക്ക് വർക്ക് ചെയ്യാം, ഫോറൻസിക് ലാബുകളിൽ വർക്ക് ചെയ്യാം, ബ്ലഡ് ബാങ്കുകളിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് BSc MLT കഴിഞ്ഞ ഒരാളിന് കേരളത്തിൽ ജോലി സാധ്യതകളുണ്ട്. ഇനി വിദേശത്താണ് നിങ്ങൾ ജോലി നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ BSc MLT ചെയ്ത ഒരാളിന് തന്നെയാണ്, അതായത് ഡിഗ്രി കോഴ്സ് ചെയ്ത ഒരാളിന് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിൽ ജോലി സാധ്യത കൂടുതൽ. അതായത് ഇപ്പോൾ USA, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ നമ്മൾ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. BSc MLT ചെയ്ത ഒരാളിന് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാം. അതായത് ലൈസൻസിങ് എക്സാം നമ്മൾ പാസ്സാകണം എന്നുള്ളത് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ. ഏതൊക്കെ ലൈസൻസിങ് എക്സാം, ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ലൈസൻസിങ് എക്സാം പാസ്സായാലാണ് നമുക്ക് ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ദുബായിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ, അതായത് DHAയുടെ ഒരു അസസ്മെൻറ്റ് എക്സാം ഉണ്ട്. ആ എക്സാം നിങ്ങൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സൗദിയിലാണെങ്കിൽ സൗദി ലബോറട്ടറി ലൈസൻഷ്യർ എക്സാമിനേഷൻ SLLE എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾ പാസ്സായാലാണ് നിങ്ങൾക്ക് സൗദിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാനഡയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കനേഡിയൻ സൊസൈറ്റി ഫോർ മെഡിക്കൽ ലബോറട്ടറി സയൻസ് CSMLS എന്ന് പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾ പാസ്സായാലാണ് നിങ്ങൾക്ക് കാനഡയിൽ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി MLT ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഡിപ്ലോമ കോഴ്സാണ്
ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ DMLT. DMLT എന്ന് പറയുന്നത് ഒരു 2 ഇയർ കോഴ്സാണ്. ഈ DMLTയുടെ പ്രവേശനവും നമുക്ക് LBS വഴി തന്നെയാണ് നടക്കുന്നത്. ഈ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിലും നമുക്ക് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. നമ്മൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിക്കണം. അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ തന്നെയാണ് പ്രവേശനം വരുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് കൂടുതൽ കോളേജസ് നമുക്ക് DMLT കോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30 കോളേജസിൽ DMLT വഴി നമുക്ക് പ്രവേശനമുണ്ട്. ഈ 30 കോളേജസിൽ 3 കോളേജസ് മാത്രമാണ് ഗവൺമെൻറ് കോളേജസ്. ബാക്കി ഉള്ള കോളേജസിൽ 7 കോളേജസ് സെൽഫ് ഫിനാൻസിങ്ങും ബാക്കി എല്ലാം തന്നെ പ്രൈവറ്റ് കോളേജസുമാണ്. ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ DMLTയുടെ ഫീസ് വരുന്നത് 70,000 മുതൽ മുകളിലോട്ടാണ്. എന്നാൽ നമുക്ക് കേരളത്തിൽ നമുക്ക് BSc MLTയുടെ സെയിം ഫീസ് തന്നെയാണ്. പെർ ഇയർ 20,000 ആകും. ഇനി DMLTയുടെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ലാബ്സിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ ലാബുകളിലും ഒക്കെ നമുക്ക് DMLT പാസ്സായ ഒരാളിന് വർക്ക് ചെയ്യാം. ഇനി MLT കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് മെൻഷൻ ചെയ്യുകയോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.